കഴിഞ്ഞ ദിവസങ്ങളിലായി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹൂത്തി പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാബി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഹമ്മദ് അൽ റഹാബിയും ഒപ്പമുണ്ടായിരുന്നവരും കൊല്ലപ്പെട്ടു എന്നാണ് യമനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യാഴാഴ്ച യമൻ തലസ്ഥാനമായ സനായിലേക്ക് നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹൂത്തികളുടെ തലവനെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. സനായ്ക്ക് പുറത്ത് ഹൂത്തി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂത്തിയുടെ പ്രസംഗം കേൾക്കാൻ ഒത്തുകൂടിയ മുതിർന്ന ഹൂത്തി മന്ത്രിമാരെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഒരാഴ്ചക്കിടെ സനായിലേക്ക് ഇസ്രായേൽ നടത്തുന്ന രണ്ടാമത്തെ വ്യോമ ആക്രമണമായിരുന്നു ഇത്. ഹൂത്തികളുടെ രാഷ്ട്രീയ സൈനിക നേതാക്കളെയാണ് വ്യാഴാഴ്ചത്തെ അറ്റാക്കിലൂടെ ലക്ഷ്യമിട്ടതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹൂത്തി പ്രധാനമന്ത്രി അൽ റഹാബിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും കൊല്ലപ്പെട്ട കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. സനായിലെ അപ്പാർട്ട്മെന്റിൽ വിശ്രമിക്കുന്ന അവസരത്തിലാണ് പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടതെന്ന് യമനിലെ അൽ ജുംഹൂരിയ ചാനൽ റിപ്പോർട്ട് ചെയ്തു. അൽ റഹാബിക്കൊപ്പം അദ്ദേഹത്തിന്റെ കൂട്ടാളികളും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തത് ആദൻ അൽഗാദ് എന്ന പത്രമാണ്. വ്യോമാക്രമണത്തിൽ ഹൂത്തി പ്രതിരോധ മന്ത്രി മുഹമ്മദ് അൽ അത്താഫിയും ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അബ്ദുൽ കരീം അൽ ഗമാരിയും കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ സൈനിക വിഭാഗത്തെ ഉദ്ധരിച്ച് യൂറോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. 2016 മുതൽ ഹൂത്തികളുടെ പ്രതിരോധ മന്ത്രിയാണ് മുഹമ്മദ് നാസർ അൽ അത്താഫി. ഹൂത്തികളുടെ സൈനിക വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ മുഹമ്മദ് നാസറിനെ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡുകളുമായും ഹിസ്ബുള്ളയുമായും വളരെ അടുത്ത ബന്ധമാണുള്ളത്. ആക്രമണത്തിന്റെ കൃത്യവും സമ്പൂർണ്ണമായ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ലെങ്കിലും ആക്രമണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ഹൂത്തികളുടെ മുതിർന്ന എല്ലാ നേതാക്കളെയും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് ഇസ്രായേലിന്റെ ചാനൽ 13, വൈനെറ്റ് എന്നീ ചാനലുകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളടക്കം ഇസ്രായേൽ ഇന്റലിജൻസ് പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിൽ നടത്തിയ ആക്രമണത്തിൽ ഹൂത്തി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അൽ ഖമാരിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇറാനുമായുള്ള യുദ്ധം പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു ഹൂത്തികൾക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തിയത്. നേരത്തെയും ഹൂത്തികൾക്ക് നേരെ ഇസ്രായേൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടത്തിയെങ്കിലും അവരുടെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞിരുന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന ആക്രമണങ്ങളെല്ലാം കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഓയിൽ റിഫൈനറികൾ എന്നിവ ലക്ഷ്യം വെച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഹൂത്തി നേതാക്കളെ തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഏറ്റവും ഒടുവിലത്തെ ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. അമേരിക്കയുടെ മരണം ഇസ്രായേലിന്റെ മരണം എന്നതാണ് ഹൂത്തികളുടെ മുദ്രാവാക്യം. 2023 മുതൽ ഇസ്രായേലിന്റെയും സഖ്യരാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തിയിരുന്നു. 2025 ജനുവരിയിൽ ഹമാസുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ഹൂത്തികൾ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് വ്യാപക ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണങ്ങൾക്ക് മറുപടിയായി അമേരിക്കയും ഇസ്രായേലും ഹൂത്തികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ നടത്തി. സനായിലും ഹൊദൈദയിലും ആക്രമണം നടന്നു. മെയ് മാസത്തിൽ സന വിമാനത്താവളത്തിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം അവിടെ നിന്നുള്ള സർവീസുകളും താറുമാറായി. അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായുള്ള കരാറിനെ തുടർന്ന് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം നിർത്താൻ ഹൂതികൾ തീരുമാനിച്ചെങ്കിലും ഇസ്രായേലിനെ ലക്ഷ്യം വെക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ആഭ്യന്തര യുദ്ധം മുതൽ യമന്റെ ഭരണം 2 ഭാഗങ്ങളാണ്. തലസ്ഥാനമായ സന അടക്കം വടക്കൻ ഭാഗങ്ങൾ ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ്. തെക്കൻ ഭാഗങ്ങൾ ഏദൻ ആസ്ഥാനമായി പ്രസിഡന്റ് റഷാദ് അൽ അലിമിയുടെ നിയന്ത്രണത്തിലാണ്. ആ സർക്കാരിനെയാണ് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നത്. എന്നാൽ ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകൾ ഉൾപ്പെടുന്ന ഇസ്രായേൽ വിരുദ്ധ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഹൂത്തികൾ. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അമേരിക്കൻ സഖ്യത്തിൻ്റെ ആക്രമണങ്ങൾ എല്ലാം ഏറ്റുവാങ്ങുന്നത് വടക്കൻ യമനിലെ ഹൂത്തികളാണ്.